ദേശീയപാതയോരത്തെ മദ്യശാലകൾ ഇനി ഒരു ഉത്തരവുണ്ടാകും വരെ തുറക്കരുതെന്ന് ഹൈക്കോടതി. മദ്യശാലകൾ തുറക്കാൻ അനുമതി നൽകിയ 3 എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാർ നേരിട്ട് ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ദേശീയപാതയോരത്തെ ബാറുകൾ സംബന്ധിച്ച മുൻ വിധിന്യായത്തിൽ അവ്യക്തതയില്ലെന്ന് ഇന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കണ്ണൂർ, കുറ്റിപ്പുറം, ചേർത്തല, കഴക്കൂട്ടം പാതകൾ ദേശീയപാത തന്നെയെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഹൈക്കോടതി വിധിയെ തുടർന്ന് കണ്ണൂർ, കുറ്റിപ്പുറം പാതയിലെ 13 ബാറുകൾ തുറന്നു. കോടതി നിർദ്ദേശപ്രകാരം തുറന്ന ബാറുകൾ അടച്ചുപൂട്ടിയെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഹർജികൾ ഇനി പരിഗണിക്കുന്ന 14-ന് കോഴിക്കോട്, കണ്ണൂർ, കുറ്റിപ്പുറം എന്നിവിടങ്ങളിലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാർ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകി. ബാറുകൾക്ക് ലൈസൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട ഫയലുകളുമായി ഹാജരാകാനാണ് കോടതി നിർദ്ദേശം. ദൂരെ കൂടുതലുള്ള റോഡുകളെ ദേശീയപാതയായി പരിഗണിക്കണമെന്നാണ് വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതെന്നും ഇത് സർക്കാരിന് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. മീഡിയ 1, കൊച്ചി. ഹൈക്കോടതി വിധിയിലെ ചില പരാമർശങ്ങളെ തുടർന്നാണ് പൂട്ടിയ മദ്യഷാപ്പുകൾ തുറന്നുകൊടുത്തതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. ഇന്നലത്തെ പരാമർശങ്ങളെ തുടർന്ന് ഷാപ്പുകൾ അടച്ചു. കോടതിയുമായി തർക്കത്തിനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. പൂട്ടിയ മദ്യഷാപ്പുകൾ തുറക്കാൻ കാരണം ഹൈക്കോടതി വിധിയിലെ ചില പരാമർശങ്ങളാണ് കാരണമായതെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. കോടതി നടത്തിയിട്ടുള്ള ചില പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില ഷോപ്പുകൾ തുറക്കാൻ ഇടവന്നിട്ടുള്ളത്. ഇത്തരമൊരു പരാമർശം വന്നതുകൊണ്ട് ഇന്ന് ഒരു കാരണവശാലും അത്തരം ഷോപ്പുകൾ പ്രവർത്തിക്കില്ല. കോടതി ഉത്തരവിനനുസരിച്ചുള്ള നിലപാട് ഇക്കാര്യം സ്വീകരിച്ചിട്ടുണ്ട്. കോടതി ഇന്ന് ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരാൻ പോവുകയാണ്. ആ ജഡ്ജ്മെൻറ്റിനനുസൃതമായിട്ടും ഗവൺമെൻറ് പ്രവർത്തിക്കും. കുറ്റിപ്പുറം കണ്ണൂർ ദേശീയപാതയിലെ 13 ബിയർ ആൻഡ് വൈൻ ഷോപ്പുകളും 9 കള്ള് ഷാപ്പുകളും 6 ബീവറേജസ് ഔട്ട്ലെറ്റുകളുമാണ് തുറന്നത്. ദേശീയപാത വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പുമായി തർക്കമില്ലെന്നും മന്ത്രി അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ അഭിപ്രായവും തേടിയിട്ടില്ല ഈ കാര്യത്തിൽ. അതായിരുന്നു വസ്തുത. അതുകൊണ്ട് ആ വിവാദത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കോടതി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. പാതയോരത്തെ മദ്യഷാപ്പുകൾ പൂട്ടണമെന്ന വിധി നടപ്പിലാക്കുകയാണ് സർക്കാർ ചെയ്തത്. മീഡിയ 1, തിരുവനന്തപുരം.